empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷല്യ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബൈബിളിൽ നമുക്ക് പഠിക്കാനായി, നമുക്ക് പാഠമാകാനായി കർത്താവ് നൽകിയിരിക്കുന്ന ജീവിതങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത് പഴയ നിയമത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജെസബേൽ രാജ്ഞിയെ കുറിച്ചായിരുന്നു. കർത്താവിനെ വളരെയധികം വേദനിപ്പിച്ച് കർത്താവിന്റെ ദാസന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ജീവിതമായിരുന്നു ജെസബേൽ രാജ്ഞിയുടേത്. ജെസബേൽ രാജ്ഞിയിലൂടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, മുന്നറിയിപ്പുകളെ നമ്മൾ അവഗണിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെ കുറിച്ച്. തന്റെ തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിയുവാനായി ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ കർത്താവ് ജെസബേൽ രാജ്ഞിക്ക് കൊടുക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തന്റെ പാപ വഴിയിൽ അവൾ തുടരുകയായിരുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. കർത്താവ് നമുക്ക് ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പരിശുദ്ധ വചനത്തിലൂടെ, പരിശുദ്ധ ബൈബിളിൽ പറയുന്ന വ്യത്യസ്തങ്ങളായ ജീവിതങ്ങളിലൂടെ, നമുക്ക് ചുറ്റുമുള്ള ആത്മീയ ശുശ്രൂഷകരിലൂടെ എല്ലാം കർത്താവ് പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതിന് വേണ്ടത്ര ഗൗരവം കൊടുക്കാൻ, അതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? വീണ്ടും കർത്താവിനെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ. സങ്കീർത്തകനായ ദാവീദ് 25-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട്. ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. നമ്മൾ കർത്താവിനെ വേദനിപ്പിച്ച് മുന്നറിയിപ്പുകളെയൊക്കെ അവഗണിച്ച് വീണ്ടും പാപ വഴിയിൽ തുടരുമ്പോൾ കർത്താവിനെ നമ്മൾ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തകനായ ദാവീദിനോട് ചേർന്ന് നമുക്കും ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലാം. കർത്താവേ, കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി, അങ്ങയുടെ നാമത്തെ പ്രതി എന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. ക്ഷമിക്കണമേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ മുൻപിൽ മുറുങ്ങിയ ഹൃദയത്തോടെ, നമ്മുടെ തെറ്റുകളെ കുറിച്ചുള്ള ആ ഒരു മനസ്താപത്തോടെ കർത്താവിന്റെ മുൻപിൽ നമുക്കായിരിക്കാം. ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന കരുണാനിധിയായ നമ്മുടെ കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. അങ്ങേക്കെതിരായി, അങ്ങേ വേദനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തികളും കർത്താവേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസവും തീർത്തരുൾകിന്നിൽ നാഥാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു മാനസവും തീർത്തരുൾകിന്നിൽ നാഥാ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്തു പോയതിനെ എല്ലാം ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങ് നൽകിയ മുന്നറിയിപ്പുകളെ അവഗണിച്ചതിനെ ഓർത്ത് കർത്താവേ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ. പരിപാവനനേ, എന്നിൽ നിൻ
ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥാ. നീരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ നാഥാ. തീർത്തരുൾകെന്നിൽ നാഥാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ എല്ലാം കർത്താവേ അങ്ങ് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, കർത്താവിനോട് ചേർന്ന് ഞങ്ങളുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായതെല്ലാം അമ്മേ മകനോട് പറഞ്ഞ് ഞങ്ങൾക്ക് മേടിച്ചു തരണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിനുള്ളതായി തീരുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഴയ നിയമത്തിലെ ജെസബൽ രാജ്ഞിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ വിജാതിയായിരുന്ന ജെസബലിനെ ഇസ്രായേലിന്റെ ആഹാബ് രാജാവ് വിവാഹം ചെയ്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവരികയാണ്. അവൾ തന്റെ കൂടെ ഒത്തിരിയേറെ വിഗ്രഹാരാധകരായ പ്രവാചകരെ, ബാലിന്റെയും അക്ഷേരയുടെയും ഒക്കെ പ്രവാചകരെ കൂടെ കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് ഇസ്രായേൽ മക്കളെ ഒത്തിരിയേറെ പേരെ വിഗ്രഹാരാധനയിലേക്ക് അവൾ നയിക്കുന്നു. ആഹാബ് രാജാവിനെ പോലും വിഗ്രഹാരാധനയിലേക്ക് നയിക്കുകയാണ്. ഒത്തിരിയേറെ കർത്താവിന്റെ പ്രവാചകരെ അവൾ കൊന്നു കളയുന്നുണ്ട്. ഇപ്രകാരം തിന്മകൾ ചെയ്ത് കടന്നുപോയ ജെസബൽ രാജ്ഞി രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിൽ വളരെ ദാരുണമായി മരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ജെസബൽ രാജ്ഞിയുടെ പ്രവർത്തനങ്ങളെ, തിന്മ നിറഞ്ഞ ജെസബൽ രാജ്ഞിയുടെ പ്രവർത്തനങ്ങളെ കർത്താവ് പഴയ നിയമത്തിൽ മാത്രം ഒതുക്കി നിർത്തുന്നില്ല. തന്റെ പുതിയ നിയമസഭയ്ക്ക് വലിയൊരു മുന്നറിയിപ്പായി കർത്താവ് ജെസബൽ രാജ്ഞിയെ കൊണ്ടുവരുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം. നമുക്കറിയാം 7 സഭകൾക്കുള്ള ദൂതുകളാണ് 2ഉം 3ഉം അധ്യായങ്ങളിൽ കാണപ്പെടുന്നത്. അതിൽ 2-ാം അധ്യായത്തിൽ കർത്താവ് തന്റെ സഭയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പായി ജെസബൽ രാജ്ഞിയെ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 20ഉം 21ഉം തിരുവാക്യങ്ങൾ. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്നു പറയാനുണ്ട്. പ്രവാചകയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജെസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുതപിക്കാൻ ഞാൻ അവസരം നൽകി, എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുതപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇവിടെ എന്റെ പ്രിയ സഹോദരങ്ങളെ, ജെസബൽ എന്ന സ്ത്രീയോട് എന്ന് പറഞ്ഞ് കർത്താവ് പറയുന്നത് പഴയ നിയമത്തിലെ ജെസബൽ രാജ്ഞിയുടെ ആ സ്വഭാവത്തെ കുറിച്ചാണ്. അതിന്റെ ഫുട്നോട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ കൃത്യമായി രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്കാണ് റെഫറൻസ് പോയിരിക്കുന്നത്. അതായത് പഴയ നിയമത്തിലെ ജെസബൽ രാജ്ഞിയിൽ പ്രവർത്തിച്ച ആ തിന്മയുടെ ശക്തികൾ അത് ഇപ്പോഴും പുതിയ നിയമസഭയിലും വളരെ പ്രാബല്യത്തോടെ നിലനിൽക്കുന്നു എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. നാം ഇന്ന് ചിന്തിക്കാനും പഠിക്കുവാനും പോകുന്നത് ഈ ജെസബൽ സ്പിരിറ്റിനെ കുറിച്ചാണ്. എന്താണ് ഈ ജെസബൽ രാജ്ഞിയുടെ ആ സ്പിരിറ്റ്? ഇവിടെ ജെസബൽ എന്ന സ്ത്രീയെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ നാം ഓരോരുത്തരും എന്ത് ശ്രദ്ധിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്? നമ്മൾ ഇവിടെ 21-ാം അധ്യായത്തിൽ കണ്ടു മുന്നറിയിപ്പുകളെ അവൾ അവഗണിച്ചുവെന്ന്. അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാണ്. ഒത്തിരിയേറെ മുന്നറിയിപ്പുകളെ അവൾ അവഗണിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വെളിപാട് പുസ്തകം 2-ാം അധ്യായം അവിടെ 20-ാം തിരുവാക്യമാണ്. നമുക്ക്
നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി ശ്രദ്ധയോടെ കേൾക്കാം. പ്രവാചകയെന്ന് അവകാശപ്പെടുകയും പ്രവാചിക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജെസബെൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. കർത്താവ് ഇവിടെ ജെസബെൽ എന്ന സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ, അതായത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തോട് കർത്താവ് അത് പറയുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു കേട്ടു. ഒന്നാമതായി, അവൾ സ്വയം പ്രവാചിക എന്ന് അവകാശപ്പെടുന്നു. അവൾ ഒരു പ്രവാചികയാണ്. ഞാൻ കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവികമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവൾ അവകാശപ്പെടുന്നു. പ്രവാചക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർത്താവിന്റെ സ്വരമായി തീരുന്നവരാണ് പ്രവാചകർ, കർത്താവിനായി സംസാരിക്കുന്നവരാണ്. അങ്ങനെ ഞാൻ സ്വയം പ്രവാചക എന്ന് അവകാശപ്പെടുന്നവരെ കർത്താവ് ഇന്ന് വിളിക്കുകയാണ് ജെസബെൽ എന്ന്. അങ്ങനെ അവകാശപ്പെട്ട് അതുപോലെ ജീവിക്കുന്നവരെ അല്ല. എന്നാൽ ഇവിടെ ജെസബെൽ രാജ്ഞി കാണിച്ചതുപോലെ സ്വയം പ്രവാചക എന്ന് അവകാശപ്പെട്ട് തുടർന്ന് വചനം പറയുന്നുണ്ട്, തന്റെ ദാസരെ, കർത്താവിനായി ജീവിക്കുന്നവരെ, കർത്താവിനായി സമർപ്പിക്കപ്പെട്ടവരെ തിന്മയിലേക്ക് നയിക്കുവാൻ, തിന്മയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിലേക്ക് അവരെ വശീകരിച്ച് അവരെ തിന്മയിലേക്ക് എത്തിക്കുന്ന ആ ഒരു സ്വഭാവം, സ്വയം പ്രവാചകയായി തിന്മയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകുന്ന ആ ഒരു സ്വഭാവം, അങ്ങനെയുള്ളതിനെയാണ് കർത്താവ് ഇവിടെ ജെസബെൽ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ജെസബെൽ രാജ്ഞിയെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ ഇതിലൊന്നും, ഇങ്ങനത്തെ കാര്യത്തിലൊന്നും എനിക്കൊരു പങ്കുമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ നമ്മൾ ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കുടുംബത്തിൽ നാമുമായി ബന്ധപ്പെട്ടവരുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, വളരെ എല്ലാം അറിയാവുന്ന രീതിയിൽ ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നാം എന്താണ് കാണിച്ചു കൂട്ടുന്നത്? കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും എതിരായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ജെസബെൽ രാജ്ഞിക്ക് ഭയങ്കരമായ അധികാരമുണ്ടായിരുന്നു. അവൾ ഒരു രാജ്ഞിയായിരുന്നു. എന്നാൽ അവളുടെ ആ ഒരു അധികാരത്തെ അവൾ വളരെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമുക്കൊരു അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരത്തെ വേണ്ട വിധമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? കർത്താവിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ടാണോ നമ്മുടെ ആ ഒരു അധികാരത്തെ, നമ്മുടെ ആ ഒരു ശക്തിയെ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ വാക്കുകൾ അപ്രകാരമുള്ളതാണോ? നമ്മൾ ഒത്തിരിയേറെ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മളെ കർത്താവിനായി ജീവിക്കുന്ന ഒത്തിരിയേറെ പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ടാണോ നിൽക്കുന്നത്? അതോ നമ്മുടെ ആ ഒരു വീക്ഷണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതികൾ പകർന്നു കൊടുത്തുകൊണ്ട് തെറ്റിലേക്ക് അവരെ കൊണ്ടുപോകാൻ നമ്മൾ കാരണമായി തീരുന്നുണ്ടോ? യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇന്നത്തെ സമൂഹത്തിലെ ജെസബെൽ സ്വഭാവത്തെ കുറിച്ച് അവിടെ കർത്താവ് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം, അവിടെ 20-ഉം 21-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മ ബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമുക്ക് തന്നെ അറിയാം, പരിശുദ്ധ ബൈബിളിൽ തെറ്റെന്ന് വിളിച്ച പലതിനെയും ഇന്ന് നന്മയായിട്ടാ ലോകം പരിഗണിക്കുന്നത്. അത് അനുവദനീയമായ കാര്യങ്ങളായിട്ടാ ലോകം പരിഗണിക്കുന്നത്. നല്ലതിനെ ചീത്തയെന്നും ചീത്തയെ നല്ലതെന്നും വിളിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും സ്വയം പര്യാപ്തത വന്ന സർവജ്ഞാനികളാണെന്നാണ് ചിന്തിക്കുന്നത്.
ആ ഒരു ധാരണയാലാണ് പലപ്പോഴും നാം എല്ലാവരും നയിക്കപ്പെടുന്നത്. എനിക്കെല്ലാം അറിയാം, എങ്ങനെ പോകണമെന്ന് എനിക്കറിയാം. കർത്താവിന്റെ വാക്കുകൾക്കോ കർത്താവ് നമുക്ക് നൽകുന്ന ആ ഒരു ഡയറക്ഷൻസിനോ നമ്മൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. ഇത് തന്നെയല്ലേ പഴയ നിയമത്തിലെ ജെസബൽ രാജ്ഞിയും ചെയ്തത്. അവൾക്കൊരു ബോധ്യമുണ്ടായിരുന്നു, അതനുസരിച്ച് അവൾ പ്രവർത്തിച്ചു. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവൾ തയ്യാറായിരുന്നു. അവളുടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ തനിക്ക് ശരിയെന്ന് തോന്നിയത് അവൾ ചെയ്തു. അത് ചതിയിലൂടെ ആണെങ്കിലും വഞ്ചനയിലൂടെ ആണെങ്കിലും കള്ളത്തരത്തിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും തനിക്ക് ശരിയെന്ന് തോന്നിയതിനു വേണ്ടി അവൾ നിലകൊള്ളുകയായിരുന്നു. എന്നാൽ ഒരിക്കലും കർത്താവിന്റെ വചനം അത് ശരി വെക്കുന്നില്ല. നമുക്ക് തോന്നുന്നത് എപ്പോഴും എങ്ങനെയാണ് ശരിയായി മാറുക? കർത്താവിന്റെ വചനത്തിൽ തിന്മ എന്ന് പറഞ്ഞതിനെ നന്മയായിട്ട് പറയുമ്പോൾ, അന്ധകാരം എന്ന് കർത്താവ് പറഞ്ഞതിനെ വെളിച്ചം എന്ന് ലോകം പറയുമ്പോൾ, അത് തിരുത്തി കൊടുക്കുവാനുള്ള ആ ഒരു മനോധൈര്യം നമുക്കുണ്ടോ? അതോ അതിൽ ആ ഒരു സുഖം കണ്ടെത്തിക്കൊണ്ട് ഇച്ചിരി കൂടി ലാഘവമായി ജീവിക്കാനുള്ള അവസരം നൽകുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ പോവുകയാണോ ചെയ്യുന്നത്? തിന്മ എന്ന് കർത്താവ് പറഞ്ഞതിനെ നന്മ എന്ന് ലോകം പറയുമ്പോൾ, എത്ര വലിയ അധികാരത്തിലുള്ളവരും പറയുമ്പോൾ അതിനെ എതിർത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ അത് നന്മയാണെന്ന് പറഞ്ഞ് അതിനോട് ചേർന്ന് നമ്മൾ പോവുകയാണോ ചെയ്യുന്നത്? അങ്ങനെ പോവുമ്പോൾ നമ്മൾ മാത്രമല്ല, നാമുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മൾ എതിരായ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക്, ജീവിത പങ്കാളിക്ക്, അവർക്കൊക്കെ വ്യക്തമായ ഒരു മാതൃക നൽകാൻ നമുക്ക് സാധിക്കാതെ വരികയാണ്. ജെസബൽ രാജ്ഞി ചെയ്തതുപോലെ തെറ്റിലേക്ക് അവരെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അത് വലിയ അപകടമാണ് വരുത്തുക എന്നാണ് ജെസബൽ രാജ്ഞിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവ് തിന്മ എന്ന് പറഞ്ഞതിനെ തിന്മയായി തന്നെ നമ്മൾ കാണണം. കർത്താവ് അന്ധകാരം എന്ന് ഒന്നിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും അന്ധകാരം തന്നെയായിരിക്കും. നാം ഒരിക്കലും അങ്ങനെ സർവജ്ഞാനിയായി കർത്താവിനേക്കാൾ ജ്ഞാനമുള്ളവരായി ഒരിക്കലും നമുക്ക് മാറാൻ സാധിക്കുകയില്ല. എത്രമാത്രം എക്സ്പ്ലനേഷൻ കൊടുത്താലും തിന്മ തിന്മയായി തന്നെ നിലനിൽക്കും. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണെന്ന പരിശുദ്ധ വചനം പറയുന്നത്. ഇതുപോലെ തിന്മ ചെയ്ത് തിന്മയോട് കൂട്ടുനിന്ന ജെസബൽ രാജ്ഞി, അവളെക്കുറിച്ച്, അവളുടെ മേൽ വരുന്ന വിധിയെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. തിരുവചനം പറയുകയാണ്, അവളുടെ മക്കളെയാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജെസബൽ രാജ്ഞിയുടെ മക്കൾ എല്ലാവരും, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 10-ാം അധ്യായത്തിലാണ് നമ്മൾ അത് കാണുന്നത്, എല്ലാവരും വധിക്കപ്പെടുകയാണ്. കർത്താവിന്റെ ആ ഒരു വിധി കർത്താവിന്റെ ജനത്തെ, കർത്താവിന്റെ ആ ഒരു പ്രവാചകരെയൊക്കെ വളരെയേറെ കഷ്ടപ്പെടുത്തിയതിന്റെ ആ ഒരു വിധി ജെസബലിന്റെ മേൽ വരികയാണ്. അവളുടെ മക്കൾ എല്ലാവരും വധിക്കപ്പെടുകയാണ്. കർത്താവ് വീണ്ടും പറഞ്ഞു വെക്കുകയാണ്, മനസ്സുകളെ, ഹൃദയങ്ങളെ അറിയുന്നവനാണ് കർത്താവ് എന്ന്. അതനുസരിച്ചാണ് പ്രിയമുള്ളവരെ നമുക്ക് പ്രതിഫലമുള്ളത്. കർത്താവിന് വേണ്ടി നിലപാടുകൾ എടുത്തുകൊണ്ട് നന്മയുടെ പക്ഷം ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. തിന്മയുടെ പക്ഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിന്നെ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അവകാശം പറയാൻ സാധിക്കുകയില്ല. കർത്താവിന് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയില്ല. അപ്പോഴാണ് നമ്മുടെ ജീവിതം ശാപകരസ്ഥമായി തീരുന്നു എന്ന് നമ്മൾ പറയുന്നത്. കർത്താവിന്റെ അനുഗ്രഹത്തെ നമ്മൾ തന്നെ തടഞ്ഞു വയ്ക്കുകയാണ് തിന്മയ്ക്ക് നമ്മൾ കൂട്ടുനിൽക്കുമ്പോൾ. കർത്താവ് വീണ്ടും പറയുന്നു, മനസ്സുകളെയും ഹൃദയങ്ങളെയും അറിയുന്നവനാണ് കർത്താവ്. ആ മനസ്സുകളിൽ എന്തുണ്ടോ അതനുസരിച്ചാ കർത്താവ് വിധി തരുന്നത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ജെസബൽ രാജ്ഞിയുടെ ജീവിതം നമുക്ക് തികഞ്ഞ ഒരു വാർണിംഗ് ആണ്. നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന അധികാരങ്ങളെ നമ്മൾ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം, കർത്താവ് നന്മ എന്ന് വിളിച്ചതിനോട് ചേർന്ന് നിൽക്കാൻ, തിന്മ എന്ന് വിളിച്ചതിനെ
അത് വളരെ സുഖകരമായ ഒരു ജീവിതമായിരിക്കും ഈ ലോകത്തിൽ. എന്നാൽ അതിനെ വേണ്ടെന്ന് വെച്ച് അതിനെ എതിർത്ത് കർത്താവിനോട് ചേർന്ന് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആഹ്വാനമാണ് ജെസബെലിന്റെ ജീവിതം നമുക്ക് നൽകുന്നത്. ജെറമിയ പ്രവാചകൻ നമുക്ക് നൽകുന്ന ഒരു താക്കീത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടതാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവാക്യം. എന്റെ താക്കീതു കേൾക്കാൻ ആരാണുള്ളത്? ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല. കർത്താവിന്റെ വാക്ക് അവർക്ക് നിന്നാവിഷയമായിരിക്കുന്നു. അതിൽ അവർക്ക് തെല്ലും താല്പര്യവുമില്ല. എത്രമാത്രം വേദനയോടെയാണ് നമ്മുടെ കർത്താവ് ഈ വാക്കുകൾ പറയുന്നത്. കർത്താവിന്റെ വാക്കുകൾ, കർത്താവ് നൽകിയ ആഹ്വാനങ്ങൾ നിന്നാവിഷയമാകുമ്പോൾ നമ്മുടെ കർത്താവ് എത്രമാത്രം വേദനിക്കുന്നുണ്ട്. കർത്താവ് നൽകിയ താക്കീതുകൾ വേണ്ടത്ര പ്രാധാന്യത്തോടെ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നൽകിയവൻ എത്രമാത്രം അതിൽ വേദനിക്കുന്നുണ്ട്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ജീവിതങ്ങളിലൂടെ കർത്താവ് നൽകുന്ന ഈ ആഹ്വാനങ്ങൾ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അത് ഗ്രഹിച്ചുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് എഴുതി നൽകിയിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം. നന്മയുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ, നന്മയ്ക്കായി ജീവിക്കാൻ, കർത്താവിന് വേണ്ടി നിൽക്കാൻ ആ ഒരു കൃപ നമുക്ക് ലഭിക്കാനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്ന് തിരുവചനത്തിലൂടെ നമ്മളോട് സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താം. കർത്താവിന്റെ ആഹ്വാനങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആ ഒരു നാമത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതെല്ലാം കൃപയായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ആവശ്യമായ ആ ഒരു ശക്തി കർത്താവിന്റെ നാമം നമുക്ക് പ്രദാനം ചെയ്യും. കർത്തൃനാമത്തെ വിളിച്ച് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശുവിൻ നാമമൊരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. യേശുവിൻ നാമമൊരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. പാപങ്ങൾ പോക്കുന്നു, രോഗങ്ങൾ മാറ്റുന്നു. യേശുവിൻ നാമമൊരത്ഭുതമേ. പാപങ്ങൾ പോക്കുന്നു, രോഗങ്ങൾ മാറ്റുന്നു. യേശുവിൻ നാമമൊരത്ഭുതമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ചെയ്തു പോയി തെറ്റുകൾ, പാപങ്ങൾ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ പുതുതാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൽ വീണാലും മാനവരെല്ലാം യേശുവിൻ രക്തത്താൽ വാങ്ങപ്പെട്ടു. പാപത്തിൽ വീണാലും മാനവരെല്ലാം യേശുവിൻ രക്തത്താൽ വാങ്ങപ്പെട്ടു. മാറ്റുവാൻ പറ്റാത്ത പാപദുശീലങ്ങൾ യേശുവിൻ രക്തത്താൽ മാറിടുമേ. മാറ്റുവാൻ പറ്റാത്ത പാപദുശീലങ്ങൾ യേശുവിൻ രക്തത്താൽ മാറിടുമേ. യേശുവിൻ രക്തമൊരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. യേശുവിൻ രക്തമൊരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. അശുദ്ധികൾ നീക്കുന്നു, വിശുദ്ധിയാൽ നിറയ്ക്കുന്നു. യേശുവിൻ രക്തമൊരത്ഭുതമേ. അശുദ്ധികൾ നീക്കുന്നു, വിശുദ്ധിയാൽ നിറയ്ക്കുന്നു. യേശുവിൻ രക്തമൊരത്ഭുതമേ. യേശുവിൻ രക്തമൊരത്ഭുതമേ, ലോകജനതയ്ക്കെന്നും അതിശയമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. അങ്ങയുടെ നാമശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ അശുദ്ധികളെ നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കായി നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ നന്ദി. ആമേൻ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ജെസബലിന്റെ ജീവിതത്തിലൂടെ തന്നെ യാത്ര ചെയ്യാം. കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്ന ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. പരസ്പരം പ്രാർത്ഥനയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഷെക്കേനയ്ക്ക് വേണ്ടി, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവരോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിയോഗങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.